അത് മാത്രമല്ല ഞാൻ ഹൈറിച്ചിലെ മെമ്പറാണ്. ഹൈറിച്ചിൽ ഈ ഡിജിറ്റൽ എടുത്തിട്ടുള്ള ആളാണ് എന്നുള്ളത് കൂടിയാണ് അതിന് കാരണം. അപ്പോൾ എനിക്ക് ഈ ബിസിനസ്സിനെ കുറിച്ച് എൻ്റേതായ രീതിയിൽ അറിയാം. ഇത് തട്ടിപ്പൊന്നും അല്ലെന്നൊക്കെ ഉള്ളത് ക്ലിയറായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഈ വീഡിയോ അത് ചെയ്തു തുടങ്ങിയത്. അതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ ഞാൻ ചെയ്ത വീഡിയോയ്ക്ക് വന്ന ഒരാൾ ഇട്ട ഒരു 1-2 പേര് കൂടി ചേർന്നിട്ട ചില കമൻറ്റിൽ ചില ചോദ്യങ്ങളായിട്ട് ചോദിച്ച ചില ചോദ്യങ്ങൾ, അതിന് ഞാൻ ആ കമൻറ്റിൽ തന്നെ കൊടുത്ത മറുപടിയും ഞാൻ ഈ ചോദ്യങ്ങൾ പലർക്കും ഹൈറിച്ചിലുള്ളവർക്ക് പോലും പലർക്കും ഹൈറിച്ചിനെ കുറിച്ച് വലിയ കാര്യമായിട്ട് പെടുത്തുന്നില്ലാതെ തന്നെ ഹൈറിച്ച് ജോയിൻ ചെയ്ത ഒരുപാട് പേരുണ്ട്. അങ്ങനെയുള്ളവർക്ക് പോലും ഉണ്ടാവുന്ന ഒരു ഉണ്ടാവാതിരിക്കാവുന്ന ചോദ്യമാണ് അപ്പോൾ ഈ തരം ചോദിച്ച ചില ചോദ്യങ്ങൾ. അപ്പോൾ അതിന് ഞാൻ കൊടുത്ത മറുപടി, എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ കൊടുത്ത മറുപടി ഒരു വീഡിയോ ഒക്കെ ചെയ്യാമെന്ന് വിചാരിച്ചു. ജിയോ ജോസഫ് 4100 എന്ന് പറയുന്നൊരു അക്കൗണ്ടിൽ നിന്നാണ്. അപ്പം സൂപ്പർ മാർക്കറ്റ് പ്രോഫിറ്റ് മാർജിൻ ഈസ് വെരി ലെസ്. യു ക്യാൻ ആസ്ക് എനി സൂപ്പർ മാർക്കറ്റ് ഓണർ ടു റീച്ച് ബ്രേക്ക് ഈവൻ യു ഹാവ് ടു റൺ ഇറ്റ് ഫോർ 3 years എന്ന് ഒരുത്തൻ പറഞ്ഞിരിക്കുകയാണ്. എന്ന് വെച്ചാൽ ഞാനും വലിയ ഇംഗ്ലീഷ് ഭയങ്കര അറിയാവുന്ന ആളൊന്നുമില്ല, എന്നാലും അത്യാവശ്യം ബേസിക്കായിട്ട് ഒരു അർത്ഥം അറിയാവുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നതാണ്, അറിയാത്തവർക്ക് വേണ്ടി മാത്രം. സൂപ്പർ മാർക്കറ്റുകളുടെ ലാഭം വളരെ കുറവാണ്. നിങ്ങൾക്ക് ഏത് സൂപ്പർ മാർക്കറ്റ് ഓണറോടും ചോദിച്ചു നോക്കാം. ഇനീഷ്യലായിട്ടുള്ള ആ ഒരു വരുമാനം കിട്ടുന്നത്, അതായത് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ചിലവൊക്കെ കഴിഞ്ഞിട്ടുള്ള ചിലവൊക്കെ കഴിഞ്ഞ് ചിലവാക്കിയ പൈസയൊക്കെ കിട്ടി പിന്നെ ലാഭത്തിലേക്ക് എത്തണമെങ്കിൽ തന്നെ മിനിമം ഒരു 3 വർഷം എടുക്കുമെന്നാണ് മാത്രമാണ് ഒരു വീഡിയോ പറഞ്ഞിരുന്നത്. ഞാൻ അതിനെക്കുറിച്ച് അങ്ങനെ അല്ലെന്നൊന്നും എൻ്റെ വീഡിയോ പറഞ്ഞിട്ടില്ല, അങ്ങനെ ഒരാൾ കമൻറ്റ് ഇട്ടു. അപ്പം ഞാൻ അതിന് റിപ്ലൈ കൊടുത്തത്, വാട്ട്സ് റോങ് വിത്ത് ദാറ്റ്? ഹൈറിച്ച് ഈസ് നോട്ട് എ റീറ്റെയിലർ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഫാക്ടറി ടു ഔട്ട്ലെറ്റ് സപ്ലയർ, റിമൂവിങ് ദ റോൾ ഓഫ് ദ ഹോൾ മീഡിയേറ്റർ സിസ്റ്റം. ഡു യു നോ എനിത്തിങ് അബൌട്ട് ദാറ്റ്? ഐ നോ യു ഡോണ്ട് എന്ന് ഞാൻ റിപ്ലൈ കൊടുത്തു. എന്ന് പറഞ്ഞാൽ ഇയാൾ പറഞ്ഞ 3 വർഷം വേണം, ഇതിൻ്റെ വളരെ ലെസ്സാണ് എന്നത്. അപ്പം ഞാൻ പറഞ്ഞു അതെന്താ കുഴപ്പം, അതുകൊണ്ട് എന്താ പ്രശ്നം? ഹൈറിച്ച് ഒരു റീറ്റെയിലർ, അതായത് ഒരു ചെറുകിട കട നടത്തുന്ന ആൾ മാത്രമല്ല, ഒരു റീറ്റെയിൽ ഷോപ്പ് നടത്തുന്ന, നമ്മളൊക്കെ പോയി സാധനം വാങ്ങിക്കുന്ന ആ ഹൈറിച്ചിൻ്റെ കട നടത്തുന്ന ആളായിട്ട് മാത്രമല്ല ഹൈറിച്ചിൻ്റെ റോൾ. ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ഫാക്ടറി ടു ഔട്ട്ലെറ്റ് സപ്ലയർ. ഫാക്ടറി എന്ത് പ്രൊഡക്റ്റ് ആണെങ്കിലും, ഏത് തരം പ്രൊഡക്റ്റ് ആണെങ്കിലും, നമ്മൾ ജീവിതത്തിൽ ഉപയോഗിക്കാൻ സാധ്യതയുള്ള ഓൾമോസ്റ്റ് എല്ലാ പ്രൊഡക്റ്റുകളും അത് ഉൽപ്പാദിപ്പിക്കുന്ന സ്ഥലത്തുനിന്ന്, ഫാക്ടറിയിൽ നിന്ന് ഈ കടയിലേക്ക്, ഈ ഹൈറിച്ചിൻ്റെ തന്നെ ഫ്രാഞ്ചൈസിയിലേക്ക് എത്തിക്കുന്ന ഒരു ഫാക്ടറി ടു ഔട്ട്ലെറ്റ് സപ്ലയർ ആയിട്ടാണ് ഹൈറിച്ച് പ്രവർത്തിക്കാൻ പോകുന്നത്. അതാണ് ഹൈറിച്ചിൻ്റെ ലക്ഷ്യം. റിമൂവിങ് ദ റോൾ ഓഫ് ദ ഹോൾ മീഡിയേറ്റർ സിസ്റ്റം. അപ്പോൾ ആ ഇടനിലക്കാരുടെ ആ സിസ്റ്റത്തെ, ഹൈറിച്ചിൻ്റെ ആ ഒരു കടകളുടെ കേസ് വരുമ്പോൾ ആ മീഡിയേറ്റർ സിസ്റ്റത്തെ മാറ്റി ഹൈറിച്ച് ആ മീഡിയേറ്ററായി നിന്നുകൊണ്ട് ഫാക്ടറി ടു ഔട്ട്ലെറ്റ് മീഡിയേറ്ററായിട്ട് ഹൈറിച്ച് പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഹൈറിച്ചിൻ്റെ ഇതിലേക്ക്. അപ്പോൾ അത്രേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യത്തിന് അങ്ങനെയാണ് ഞാൻ മറുപടി കൊടുത്തത്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു എന്താണെന്നുള്ളതിനുണ്ടാവും. അപ്പോൾ അതിനകത്ത് ഈ ഒരു മറുപടിയിൽ അത് ഉണ്ടെന്ന് പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ മറ്റൊരാൾ സാദിഖ് അലി 5117 എന്ന് പറഞ്ഞൊരു ചാനലിൽ നിന്ന് എനിക്ക് ഈ ഞാൻ മറ്റേ ആൾ കൊടുത്ത റിപ്ലൈക്ക് തന്ന ഒരു റിപ്ലൈ കമൻ്റാണ്. റിലയൻസ് ഓൾസോ റൺ ലൈക്ക് ദാറ്റ് ബട്ട് ദേ നെവർ മെയ്ഡ് സച്ച് പ്രോഫിറ്റ്. പുള്ളി സാദിഖ് അലി പറഞ്ഞാണ്, റിലയൻസ് പ്രവർത്തിക്കുന്നത് അങ്ങനെയൊക്കെ തന്നെയാണ്, പക്ഷേ അവർ ദേ മെയ്ഡ് സച്ച് പ്രോഫിറ്റ്. എന്ത് സച്ച് പ്രോഫിറ്റ് എന്ന് എനിക്ക് പറഞ്ഞാൽ ഇത്രയും വലിയ ലാഭമൊന്നും ഉണ്ടാക്കുന്നില്ല. റിലയൻസ് സച്ച് പ്രോഫിറ്റ് ഒന്നും ഉണ്ടാക്കുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് സാദിഖ് അലി പറഞ്ഞത്. അപ്പോൾ സാദിഖ് അലിക്ക് ഞാൻ കൊടുത്ത കമൻറ്റ്, 2022-23 സാമ്പത്തിക വർഷത്തെ റിലയൻസിൻ്റെ മൊത്തത്തിലുള്ള ലാഭം അവരുടെ വാർഷിക റിപ്പോർട്ടിൽ നിങ്ങൾക്കും കണ്ടെത്താനാവും. വാർഷിക റിപ്പോർട്ട് ആ കാലയളവിലെ അവരുടെ ടാക്സ് കഴിഞ്ഞുള്ള ലാഭം 73,670 കോടി രൂപയായിരുന്നു. വെറും ഒരു വർഷത്തെ കണക്കിൽപ്പെടുത്തിയ ലാഭം 73,000 കോടി രൂപ മാത്രം. പാവങ്ങളല്ലേ. ഞാൻ പുള്ളിക്കിട്ട് കൊടുത്ത കമൻ്റാണ്, റിലയൻസ് തിയറി
ദേ ഡോണ്ട് മേഡ് സച്ച് പ്രോഫിറ്റ് എന്ന് പറഞ്ഞപ്പോൾ ഓക്കെ. അപ്പോൾ സാദിഖ് അലി വീണ്ടും ചോദിച്ച മറ്റൊരു ചോദ്യമാണ്. അപ്പം ഇതിന് കൊടുത്തപ്പോൾ ആ റിപ്ലൈ കണ്ടിട്ട് സാദിഖ് അലി ചോദിച്ച മറ്റൊരു ചോദ്യമാണ്, മൊത്തത്തിലുള്ള ലാഭത്തിനെ പറ്റി ആരാ ചോദിച്ചേ? മിഡിൽ മാനെ ഒഴിവാക്കി അവർ നടത്തുന്ന ഷോപ്പിനെ പറ്റിയാണ് പറഞ്ഞത്. ഷോപ്പിൻ്റെ കാര്യം മാത്രമാണ്, അതായത് കടയിൽ നിന്ന് മാത്രം കിട്ടുന്ന ലാഭം റിലയൻസിന് അത്രയൊന്നും കിട്ടുന്നില്ല എന്നാണ് ഉദ്ദേശിച്ചത്, മൊത്തത്തിലുള്ള കാര്യമല്ല ഞാൻ ഉദ്ദേശിച്ചത്. അപ്പം ഞാൻ പുള്ളിക്ക് സാദിഖ് അലിക്ക് കൊടുത്ത റിപ്ലൈ ആണ്, എന്തിനാ അത് മാത്രമാക്കുന്നത്? മൊത്തത്തിൽ അങ്ങ് പറഞ്ഞാൽ എന്താ, ഹൈ റിച്ച് ഈസ് നോട്ട് എയിമിങ് ഫോർ റീറ്റെയിൽ പ്രോഫിറ്റ്. അതായത് ഇവരുടെ ഈ നെഗറ്റീവായിട്ട് പുള്ളി സംസാരിക്കാനാണ് ഉദ്ദേശിച്ച് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ പുള്ളി അപ്പോഴത്തേക്ക് മൊത്തത്തിലല്ല ഞാൻ ഉദ്ദേശിച്ചത്, എൻ്റെ റീറ്റെയിൽ മാത്രം ഉദ്ദേശിച്ചത്. ഞാൻ അവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, ഹൈ റിച്ച് മൊത്തത്തിൽ തന്നെയാണ് എയിം ചെയ്യുന്നത് എന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാം ക്ലിയറായിട്ട് റണ്ണായതൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അതാണ് ഹൈ റിച്ചിൻ്റെ എയിം. അപ്പോൾ പ്രോഫിറ്റ് റിലയൻസ് ഒക്കെ എന്താണ് ഉണ്ടാക്കുന്നത്, ആ ഒരു പ്രോഫിറ്റ് അത്രയും ഉണ്ടാക്കുന്നതല്ല, ആ ഒരു രീതിയിലുള്ള പ്രോഫിറ്റ് തന്നെയായിരിക്കും ഹൈ റിച്ച് ഉണ്ടാക്കുന്നത്. കാരണം ഹൈ റിച്ചിൻ്റെ ലക്ഷ്യം ടോട്ടൽ സിസ്റ്റമാണ്. ഓക്കെ. അപ്പോൾ അത് പറഞ്ഞപ്പം പുള്ളി അവിടെ നിന്നത് എന്തിനാണ് മൊത്തത്തിലാക്കുന്നത്, എന്തിനാണ് അത് മാത്രമാക്കുന്നത്, മൊത്തത്തിലങ്ങ് പറഞ്ഞാൽ എന്താ ഹൈ റിച്ച് ടൈമിങ് റിറ്റെയിൽ പ്രോഫിറ്റ് എന്ന് പറഞ്ഞപ്പോൾ സാദിഖ് അലി അവിടെ നിർത്തി, അതവിടെ നിർത്തി. പിന്നെ സാദിഖ് അലിക്ക് ഒന്നും ചോദിക്കാനില്ലെന്ന് തോന്നുന്നു. അപ്പോൾ സാദിഖ് അലി അടുത്തതിലേക്ക് പറഞ്ഞു, വിച്ച് ആർ ദ അതർ പ്രോഫിറ്റബിൾ വെഞ്ചേഴ്സ് ഓഫ് ഹൈ റിച്ച് HROTT? വിച്ച് ആർ ദ അതർ പ്രോഫിറ്റബിൾ വെഞ്ചേഴ്സ് ഓഫ് ഹൈ റിച്ച് HROTT, HR മാട്രിമോണി, നൺ ഓഫ് ദീസ് മേക്ക് എനി പ്രോഫിറ്റ്? അതായത് എന്താണ് മറ്റ് ഹൈ റിച്ചിൻ്റെ ലാഭം പ്രോഫിറ്റബിൾ വെഞ്ചേഴ്സ് എന്നല്ല പറയണം, പ്രോഫിറ്റ് മേക്കിംഗ് വെഞ്ചേഴ്സ് എന്ന് പറയണം. പ്രോഫിറ്റബിൾ വെഞ്ചേഴ്സ് എന്ന് പറഞ്ഞാൽ എല്ലാം പ്രോഫിറ്റബിളാണ്, പക്ഷേ ഓൾറെഡി നോട്ട് മേക്കിംഗ് പ്രോഫിറ്റ് ഇസ് നോട്ട്. അങ്ങനെ ഞാൻ പറഞ്ഞിട്ടില്ല, ഓൾറെഡി ഇപ്പോൾ എല്ലാം ലാഭത്തിലാണെന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. അപ്പോൾ എന്താണ് ഇതൊന്നും ലാഭം, അതുപോലെ ഉദ്ദേശിച്ചതാണ് ഈ ഹൈ റിച്ചിൻ്റെ ഈ HROTT, HR മാട്രിമോണി, ഹൈ റിച്ചിൻ്റെ ഓൺലൈൻ ഷോപ്പിംഗും പ്രോഫിറ്റിലേക്ക് കടന്നിട്ടില്ലല്ലോ. അപ്പോൾ ഇതൊന്നും മറ്റേത് വരുമ്പോൾ എന്ത് ബിസിനസ്സാണ് ഹൈ റിച്ചിന് പ്രോഫിറ്റബിളായിട്ടുള്ളത് എന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ സാദിഖ് അലിയോട് പറഞ്ഞു, ഇറ്റ് ടേക്ക് ടൈം, ഇറ്റ്സ് നോട്ട് എ ജോബ്, ഇറ്റ്സ് എ ന്യൂ ബിസിനസ് എന്ന് പറഞ്ഞാൽ ഇതൊരു ജോലിയല്ല. സാദിഖ് അലി അങ്ങനെയായിരിക്കും ചിന്തിച്ച. സാദിഖ് അലിയെ പോലുള്ള പല ആളുകളുണ്ട്, ഈ നെഗറ്റീവ് പറയുന്നവന്മാരൊക്കെ തന്നെ ചിലരൊക്കെ ചെറിയ തട്ടുകട പരിപാടിയൊക്കെ നടത്തുന്നവരുണ്ട്, അല്ലാത്തവരൊക്കെ ജോലി ചെയ്യുന്നവരാണ്. അപ്പം ഞാനിവരോട് പറഞ്ഞു, ഹൈ റിച്ച് ഒരു ജോലിയല്ല, തുടങ്ങിയതിൻ്റെ അടുത്ത മാസം തൊട്ട് സാലറി കിട്ടി തുടങ്ങാൻ. പ്രത്യേകിച്ച് ഈ ജോലിയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെയല്ലേ, ഒന്നും മുടക്കൊന്നും വേണ്ട. പ്രത്യേകിച്ച് ആ പഠിച്ച് ജോലി നേടണം, അതൊരു കാര്യം, അത് തന്നെ ഒരു മുടക്കാണ്. എന്നാൽ പോലും, Are you an aspiring entrepreneur? Are you interested in selling your products on Amazon? If yes, I invite you to my 3 days Amazon selling workshop. In this workshop, I reveal my 3-step system to build your Amazon store successfully. You can do this even if you have never done this before, even if you are very new to this thing, and even if you are non-tech person. Yes, anybody can do this. Definitely, I believe you can do this. To sign up for this training, you can check out the link somewhere around this video. Just click on that link and sign up for this training. So here's what we are going to cover in this 3-day training program. ജോലി കിട്ടി തുടങ്ങി കഴിഞ്ഞാൽ അടുത്ത മാസം തൊട്ട് സാലറി കിട്ടും. ജോലിക്ക് പോലും ചിലവുണ്ടല്ലേ, അതിനെക്കുറിച്ച് ഇപ്പോൾ ഞാൻ ചിന്തിക്കുന്നത്. അങ്ങനെ പഠിച്ച് കയറി അവിടെ എത്തുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചിലവാണ്. എന്നാലേ ജോലി കിട്ടത്തുള്ളൂ, പിന്നെയോ സാലറി കിട്ടി തുടങ്ങത്തുള്ളൂ. എന്ന് പറയുന്ന പോലെ തന്നെ ഇതൊരു ജോലിയൊന്നും അല്ല, ഇതൊരു ബിസിനസ്സാണ്. ബിസിനസ് അതിൻ്റെ ടൈം എടുക്കും. അത് പ്രോഫിറ്റബിൾ, അതായത് ചിലവിനേക്കാൾ കൂടുതൽ, ചിലവഴിച്ച പൈസയേക്കാൾ കൂടുതൽ വരുമാനം ഉണ്ടാക്കി തുടങ്ങാൻ ടൈം എടുക്കുമെന്നാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ സാദിഖ് അലിൻ്റെ അടുത്ത ചോദ്യമാണ്, അപ്പോൾ പിന്നെ ഇതുവരെ എങ്ങനെ പ്രോഫിറ്റ് കൊടുത്തു? സ്വാഭാവികമായിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ ഞാൻ അതിന് കൊടുത്ത റിപ്ലൈയാണ്, എൻ്റെ പെർസ്പെക്റ്റീവിലാണ് ഞാൻ കൊടുത്തിരുന്നത്. ഞാൻ ഈ കമ്പനിയിൽ നിന്നും 10 ഡിജിറ്റൽ റീഡിംഗ് കൂപ്പൺ വാങ്ങിച്ചു. 10 ഡിജിറ്റൽ റീഡിംഗ് കൂപ്പൺ വാങ്ങിച്ചു. ഒരു കൂപ്പണിൻ്റെ വില 10,000 രൂപയാണ്. ഞാൻ വാങ്ങിച്ചാണ് 10 ഡിജിറ്റൽ റീഡിംഗ് കൂപ്പൺ. ഇപ്പോൾ 10,000 രൂപയുടെ 10 ഡിജിറ്റൽ റീഡിംഗ് കൂപ്പൺ വാങ്ങിച്ചു. അങ്ങനെ എത്ര പേർ കൂപ്പൺ വാങ്ങിയാലും കമ്പനിക്ക് ആ പൈസ കമ്പനിയുടെ കാര്യങ്ങൾക്ക് ഉപയോഗിക്കാം. കാരണം അത് സെയിലിനുള്ള അഡ്വാൻസ് ആയിട്ടുള്ള പേയ്മെൻ്റാണ്. അതായത് സാധനം വാങ്ങിക്കാനുള്ള പൈസ നേരത്തെ കൊടുത്തതാണ് ആ പൈസ. അതുകൊണ്ട് തന്നെ അത് ഹൈ റിച്ചിൻ്റെ ഏത് വിഷയത്തിലും ഉപയോഗിക്കാം. കാരണം അതവിടെ
ഹൈറിച്ചിന് മാറ്റി വെക്കേണ്ടത്. കാരണം ഹൈറിച്ചിൻ്റെ ബിസിനസ് ഡെവലപ്മെൻറ്റിനോ ഹൈറിച്ച് ഈ അഡ്വാൻസ് പേയ്മെൻ്റ് എന്ന് പറഞ്ഞ ഒരു സംഗതിയെ സർക്കാർ വരെ അംഗീകരിച്ചിരിക്കുന്നത് ഒരു ബിസിനസ്സിൻ്റെ ഡെവലപ്മെൻറ്റിനും അതിൻ്റെ മറ്റ് ഇടപാടുകളുടെ കാര്യങ്ങളിൽ സഹായിക്കാനുള്ള ഒരു പൈസയെ അതിന് ഉപയോഗിക്കാമെന്നുള്ളത് കൊണ്ട് തന്നെയാണ് അത് തന്നെ ഹൈറിച്ച് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ സാദിഖ് അലിയുടെ സ്വാഭാവികമായിട്ടുള്ള അടുത്ത ക്വസ്റ്റ്യനാണ്, കൊടുത്തതിൻ്റെ 3 ഇരട്ടി ലാഭം എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു? അപ്പോൾ പറഞ്ഞ മറുപടി, കൊടുത്തതിൻ്റെ 3 ഇരട്ടി ലാഭം എങ്ങനെ കൊടുക്കാൻ കഴിയുന്നു, അതാണ് ചോദ്യം. അങ്ങനെ ചോദ്യമാണ്, അളന്നു കുറച്ചുള്ള ചോദ്യങ്ങളാണ്. അപ്പം എൻ്റെ റിപ്ലൈ ആണ്, ലാഭം കൊടുക്കുന്നില്ല, പ്രൊമോട്ടർമാർക്ക് വരുമാനം കൊടുക്കും, അതിന് ഇരട്ടിക്കണക്കൊന്നുമില്ല. അവർ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന അത്രയും കാലവും വരുമാനം കൊടുക്കും. ഇൻസെൻറ്റീവ് മിനിമം വരുമാനമാണ്. ഓക്കെ, അവർക്ക് അവർ വർക്ക് ചെയ്യുന്ന അത്രയും കാലവും വരുമാനം കൊടുക്കും, എന്നാൽ ഇൻസെൻറ്റീവ് കൊടുക്കുന്നുണ്ട്, അത് മിനിമം വരുമാനമാണ്. ഹൈറിച്ച് എന്ന കമ്പനിയിൽ ഒരു പ്രൊമോട്ടറായി പാർട്ണറായി ജോയിൻ ചെയ്യുന്നു എന്നുള്ളത് കൊണ്ടുള്ള മിനിമം വരുമാനമാണ് ഇൻസെൻറ്റീവ്. അത് 30,000 രൂപ വരെയാണ്. 30,000 രൂപ വരെ കൊടുക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ അതിന് കാലസമയ പരിധി നിശ്ചയിച്ചിട്ടില്ല. ചിലപ്പോൾ 1 കൊല്ലമാവാം, ചിലപ്പോൾ 30 കൊല്ലമാവാം. കമ്പനിയിൽ നടക്കുന്ന സെയിൽ അനുസരിച്ചും കമ്പനിയുടെ പ്രൊമോഷൻ രീതികളും അനുസരിച്ചും അത് വ്യത്യാസപ്പെട്ടിരിക്കും. കാരണം ഒരു കമ്പനി, ആ കമ്പനിയിൽ നടക്കുന്ന, ഇപ്പോൾ കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന പ്രൊമോട്ടർമാരാണെങ്കിലും കമ്പനിയിൽ ജോയിൻ ചെയ്യുന്ന എംപ്ലോയീസ് ആണെങ്കിലും അവർ അതിൽ വരുന്നതും ആ കമ്പനിയുടെ പ്രൊമോഷൻ്റെ ഭാഗമായിട്ടായിരിക്കും. ആകർഷകമായ സാലറി, ആകർഷകമായ വരുമാനം എന്നിവയൊക്കെ കൊടുക്കുമ്പോഴാണ് അതിന് ആ കമ്പനിയുമായിട്ടോ ആ സ്ഥാപനമായിട്ടോ അസോസിയേറ്റ് ചെയ്യാൻ അതിൽ ജോലിക്കാരോ പ്രൊമോട്ടർമാരോ ഒക്കെ വരുന്നത്. അപ്പോൾ ആകർഷകമായ സാലറി കൊടുക്കുന്നു, ആകർഷകമായ വരുമാനം കൊടുക്കുന്നു എന്നുള്ളത് ഇതൊരു മൾട്ടി ലെവൽ കമ്പനിയാണ്, മൾട്ടി ലെവൽ സിസ്റ്റത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൽ സാധാരണ പ്രൊഡക്റ്റ് മാത്രം വാങ്ങിച്ചാൽ മതി, ഈ 10,000 രൂപയുടെ റെഡി കൂപ്പണൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. അല്ലാതെ തന്നെ എന്ത് ചെയ്യാം, ഹൈറിച്ചിൽ ഒരു ID രജിസ്റ്റർ ചെയ്തൊരു ഫ്രീ ആയിട്ടൊരു രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ അയാൾക്ക് പോയിട്ട് ഹൈറിച്ചിൻ്റെ കടയിൽ പോയിട്ട് സാധനം മേടിക്കാം. ഇവിടെ ഈ ഹൈറിച്ചിലെ ഒരു പാർട്ട്ണർ ആവാനാണ് ഉള്ള ഒരു ക്രൈറ്റീരിയ. മറ്റ് പല മൾട്ടി മാർക്കറ്റിംഗ് കമ്പനികളിലും ഇത്തരം 30,000 രൂപ പ്രൊഡക്റ്റ് വാങ്ങി കഴിഞ്ഞാൽ നിങ്ങൾക്ക് റോയൽറ്റി കിട്ടും, വരുമാനം കിട്ടും, അതിനൊക്കെ പലതരത്തിലുള്ള പലതരം ആകർഷകമായ വരുമാന രീതികളുണ്ടാവും. ഹൈറിച്ചിൻ്റെ ഇവിടെ ഈ അഡ്വാൻസ് ആയിട്ട് ഹൈറിച്ചിൽ നിന്ന് സാധനങ്ങൾ വാങ്ങിക്കാനുള്ള അഡ്വാൻസ് പേയ്മെൻറ്റ് നിങ്ങൾ കൊടുത്താൽ ഒരു റെഡീം കൂപ്പൺ നിങ്ങൾക്ക് കിട്ടും. അതാണ് നിങ്ങൾക്ക് റെഡീം കൂപ്പൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് സാധനങ്ങൾ വാങ്ങി അതിനകത്ത് പോയിൻ്റായി ആ പൈസ തിരിച്ച് റിട്ടേൺ ചെയ്തെടുക്കാം. അതാണ് നിങ്ങളെ ഹൈറിച്ചിനെ ഒരു പ്രൊമോട്ടർ ആക്കുന്നതിനുള്ള ഏറ്റവും ഒരു ഡിജിറ്റൽ റെഡീം കൂപ്പൺ വാങ്ങിക്കുക എന്നുള്ളതാണ്. എത്ര വാങ്ങിക്കുക എന്നുള്ളത് നിങ്ങളുടെ ഇഷ്ടമാണ്. ഹൈറിച്ച് ഒരു ഡിജിറ്റൽ റെഡീം കൂപ്പൺ വാങ്ങിച്ചതായിട്ട് പറഞ്ഞിട്ടുള്ളൂ. എത്ര ഡിജിറ്റൽ റെഡീം കൂപ്പൺ വാങ്ങിച്ചാലും അത് ഒരു കൂപ്പൺ, ഒരു ID, ഒരു കൂപ്പണേ വാങ്ങിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമുക്ക് 10 കൂപ്പൺ വാങ്ങിക്കണമെങ്കിൽ നമ്മൾ 10 ID എടുക്കണം. അപ്പോൾ ഫസ്റ്റ് ID എടുത്താൽ ഫസ്റ്റ് ഇൻഡിവിജ്വൽ പ്രൊമോഷൻ ഐഡികളായിട്ടാണ് ഹൈറിച്ച് അതിനെ കാണുന്നത്. അതുകൊണ്ട് ആ ഫസ്റ്റ് IDയിലും ഹൈറിച്ച് അതിൻ്റെ ഇൻസെൻറ്റീവ് കൊടുക്കും. സോറി, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. സാധികലിക്ക് ക്ലിയർ ആയോ ഇല്ല എന്നുള്ളത് എൻ്റെ വിഷയമല്ല, ചോദിക്കുന്ന ഉത്തരം പറയാമെന്നുള്ളതാണ്. അത് ഇതൊക്കെ ക്ലിയർ ആവാതിരിക്കാം. ഇൻട്രസ്റ്റിംഗ് അത്രോ. അപ്പം അടുത്ത ലാസ്റ്റ് ഒരു ചോദ്യമാണ്. അവസാനം സാദിഖലി, ഇന്നത്തെ സാദിഖലിക്ക് വേണ്ടി നമ്മളൊരു കാര്യം പറഞ്ഞു പിന്നെ അതിൻ്റെ അകത്ത് വേറെ ചോദ്യങ്ങളൊന്നും സാദിഖലി അങ്ങനെയൊന്നും അല്ലല്ലോ. ആ ഡയലോഗ് കൊണ്ടൊന്നും സാദിഖലി വരുന്നില്ല. മറ്റേ നെഗറ്റീവ് സ്ഥിരം മോളികളെ പോലെ അത്ര കൂടെയല്ലെന്ന് തോന്നുന്നു അത്ര. അപ്പോൾ അടുത്തത് ചോദ്യം, മറ്റൊരു ചോദ്യം ലാസ്റ്റ് വന്ന് ചോദിച്ചത്, 1 lakh ഇടുന്ന ആൾക്ക് എത്ര മാസം കിട്ടും? ഈ ചോദ്യത്തിലൊക്കെ എനിക്ക് മനസ്സിലായത് കാരണം ഇവന്മാർ ഈ മറ്റേ ഗ്രൂപ്പ് ഉണ്ടല്ലോ, മറ്റേ ഫുൾസിഡ് ഗ്രൂപ്പ്, അതിൻ്റെ ഉള്ളിൽ കണ്ടിട്ട് അവരോട് അങ്ങനെ ചോദിച്ചു നോക്ക്, എന്തെങ്കിലും കൊടുക്കാൻ പറ്റുമോ, ആ രീതിയിൽ ഒരു ഡിസ്കഷൻ നടക്കുന്നുണ്ടെന്ന് ആ ചോദ്യത്തിൻ്റെ ഒരു പിന്നെ സ്ട്രക്ചറിനൊക്കെ തോന്നുന്നുണ്ട്. അപ്പോൾ 1 lakh ഇടുന്ന ആൾക്ക് എത്ര മാസം കിട്ടും എന്നുള്ള അവിടെ അവസാനത്തെ സാദിഖലിയുടെ സംശയം. അപ്പം ഞാൻ അതിന് ഉത്തരം പറയണം. 10 ID എടുത്ത് 10ലും 10,000 രൂപയുടെ റെഡീം കൂപ്പൺ വാങ്ങിച്ചാൽ അത് 1 ലക്ഷം രൂപയ്ക്കുള്ള റെഡീം കൂപ്പണായി. ഓക്കെ, അങ്ങനെയാണ്. 10 IDയിലും ഇൻസെൻറ്റീവ് കിട്ടും. എത്ര വെച്ച് കിട്ടുമെന്നോ എത്ര നാൾ കിട്ടുമെന്നോ കമ്പനി പറഞ്ഞിട്ടില്ല. മാക്സിമം 30,000 രൂപയെ കിട്ടൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരു റെഡീം കൂപ്പൺ വാങ്ങിച്ച ആൾ കമ്പനിയുടെ പാർട്ട്ണർ ആവുന്നതിനോടൊപ്പം പാർട്ട്ണർക്ക് പലവിധ വരുമാനങ്ങൾ കിട്ടാനുള്ള ഒരു ചാൻസ് ഉണ്ട്. അതിൽ എന്തായാലും കിട്ടാൻ സാധ്യതയുള്ള ഒരു വരുമാനമാണ് ഇൻസെൻറ്റീവ്. അത് 30,000 രൂപ ആവുന്നവരെ കിട്ടത്തുള്ളൂ. അതൊരു ഹെൽപ്പായിട്ടോ ഒരു സ്റ്റാർട്ടിങ് ഇനീഷ്യൽ ആയിട്ടോ എന്തായിട്ട് വേണമെങ്കിലും നിങ്ങൾക്ക് സ്വീകരിക്കാം. അത് ഹൈറിച്ച് കൊടുക്കുന്നത് വരുമാനമായിട്ട്. ഇത്രയാണ് ചോദ്യോത്തരം. ഇതിൽ നിന്ന് മനസ്സിലാവും നമുക്ക് ഹൈറിച്ചിനെ കുറിച്ച് അറിയാവുന്നവർക്ക് ഇതൊക്കെ അറിയാം. മറ്റുള്ളവരുടെ പറഞ്ഞ കാര്യമൊന്നുമില്ല. ഇത് പിന്നെ ഈ
മണി ചെയിൻ കേസും പറഞ്ഞുകൊണ്ട് ഡയലോഗ് അടിച്ചുകൊണ്ട് വരുന്നവരോട് ഈ പിന്നെ പൈസ കൊടുക്കുന്നതിന് ബാക്കിയൊക്കെ ഓഫേഴ്സ് ഗ്രേറ്റ്. ഫ്ലിപ്കാർട്ട് സെയിൽ ഗോഡ്. Do you know what will happen if you read one book every week? Let me share some. പിന്നെ അപ്പം തന്നെ ഇവിടെ ഒരു ബിസിനസ്സാണ്, ബിസിനസ്സിൻ്റെ അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ടാണ് പൈസ കൊടുക്കുന്നത്. അപ്പോൾ അവിടെ ഒരു ബിസിനസ്സിൻ്റെ കാര്യത്തിലേക്കാണ് പൈസ കൊടുക്കുന്നത്. അത് അപ്പോൾ ആ ബിസിനസ് പ്രോഫിറ്റബിൾ ആവാവുന്ന സാധ്യതയുള്ള ബിസിനസ്സാണ്. അപ്പോൾ അതിൻ്റെ ഡെവലപ്മെൻറ്റ് കാര്യങ്ങളിലേക്കാണ് ഈ അഡ്വാൻസ് പേയ്മെൻറ്റ് യൂസ് ചെയ്യുന്നത്. പിന്നെ ഇത് ഒരു മൾട്ടി ലെവൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഇതിലേക്ക് ഇതിൽ ജോയിൻ ചെയ്ത ആളുകൾ ഇതിലെ പ്രൊമോട്ടർമാരായിട്ട് കൂടിയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് അതിൻ്റെ വരുമാനം കൊടുക്കാനും ഈ കമ്പനിക്ക് ഒരു അനുമതിയുണ്ട്. അപ്പോൾ ഈ പൈസ കൊടുക്കുന്നവർക്ക് ഈ പറഞ്ഞ പോലെ മണി ചെയിൻ ഡയലോഗ് ചെയ്യുന്നത് ഇത് എന്ത് പൈസ കൊടുക്കുന്നവർക്കെല്ലാം വരുമാനം കൊടുത്ത് അപ്പോഴത്തേനും അത് മണി ചെയിൻ ആവത്തില്ല. അതിന് പലവിധ ഇപ്പം എന്താ അങ്ങനെ ഞാൻ ഈ പറഞ്ഞ പോലെ പല സ്ഥാപനങ്ങളും പല രീതിയിലും പൈസ കൊടുക്കുന്നവർക്ക് വരുമാനം കൊടുക്കും. ഇതിന് ഒന്നെങ്കിൽ അതൊരു ബിസിനസ് ആയിരിക്കണം, ബിസിനസ്സിൻ്റെ കാര്യങ്ങളിലേക്കായിരിക്കണം ആ പൈസ ഉപയോഗിച്ചിരിക്കുന്നത്. മാത്രമല്ല ആ കമ്പനി അതിൻ്റെ അയാൾ അതിൻ്റെ പാർട്ട്ണറോ അതിൻ്റെ പ്രൊമോട്ടറോ അതിലെ ജോലിക്കാരനോ എന്തെങ്കിലും ആയിരിക്കണം. അങ്ങനെ ഒരാൾക്ക് അത് വരുമാനം കൊടുക്കാൻ ആ കമ്പനിക്ക് പറ്റും എന്നുള്ളതാണ്. പിന്നെ ഇനി ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത് വാട്സാപ്പിൻ്റെ കാര്യത്തിൽ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ എങ്ങനെ വരുന്നത്. പിന്നെ ഈ ഹൈറിച്ചിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഇതും റെഡീം കൂപ്പണായിട്ടോ OTT കുറിച്ച് ചോദിക്കുന്നത്. OTT HR OTTയും റെഡീം കൂപ്പൺ തന്നെയാണ്. 5 ലക്ഷത്തിൻ്റെ റെഡീം കൂപ്പൺ. എന്തിനാ ഇതൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഈ പറഞ്ഞ പോലെ ഒരുപാട് കാര്യം ആവശ്യങ്ങളുണ്ട്. ഇതൊന്നും ഈ പറഞ്ഞ ഇവന്മാർ ഈ നെഗറ്റീവ് പൊട്ടക്കണക്കിലെ തവളകൾക്ക് ഇത് എന്തിനാ ചെയ്യുന്നത്? ഇപ്പോൾ ഒരു കുറേ പേർക്ക് വരുമാനം കിട്ടുന്നു എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് ഹൈറിച്ച് ഒരു ഉപദ്രവം ആർക്കും ചെയ്തിട്ടില്ല. ഹൈറിച്ച് എയിം ചെയ്ത് ലക്ഷ്യം വെക്കുന്ന ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ അത് അതിൻ്റേതായ രീതിയിലേക്ക് വരും എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. സാധനങ്ങൾ വാങ്ങിക്കാതെയോ ഉപയോഗിക്കാതെയോ ഒരു മനുഷ്യനും ജീവിക്കുന്നില്ല. അപ്പോൾ അവർക്ക് ആ സാധനങ്ങൾ വില കുറച്ച് വിൽക്കുന്നത് ആരാണെങ്കിലും അതൊക്കെ മേടിക്കത്തില്ലേ? അത് ഹൈറിച്ച് ചെയ്താൽ മാത്രം അത് കുഴപ്പമാവുമോ? ഇല്ല. ഇതൊക്കെ നടക്കുന്ന ബിസിനസ് മാത്രമേ ഉള്ളൂ. ഇത് പിന്നെ ഈ പൊട്ടക്കണ്ടിലെ തവളമാർക്ക് ഇവർ എന്തിനു വേണ്ടിയാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ചില ഉദ്യോഗസ്ഥന്മാരുടെ വാലെ തൂക്കി കിടന്ന് ഫിംഗർ കടന്ന് തുള്ളിക്കൊണ്ടിരിക്കും. പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം ഈ ഉദ്യോഗസ്ഥന്മാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ജോലി കിട്ടി. പിന്നെ അതൊക്കെ എന്ത് പണിയെടുത്താലും ഇല്ലെങ്കിലും മാസം കിട്ടിയ ശമ്പളം ലക്ഷങ്ങളൊക്കെയാണ് ഓരോരുത്തരുടെ ശമ്പളം. ലക്ഷങ്ങൾ പിന്നെ ലക്ഷങ്ങൾ എത്ര വർഷം 10-30 വർഷം കിട്ടിക്കഴിഞ്ഞിട്ട് ഈ ജോലി കഴിഞ്ഞ് നിർത്തിയാലും പിന്നെയും കിട്ടും പൈസ. പിന്നെ മരണം വരെ അയാൾക്ക് പൈസ കിട്ടും. അതായത് ഒരു ഗവൺമെൻറ് ജോലി എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് മരണം വരെ പ്രശ്നമില്ല. മരണം വരെ അയാൾ ഹാപ്പിയാണ്. വരുമാനം ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. ഇത് എവിടെ നിന്നാണ് ഈ ഗവൺമെൻറ് എടുത്ത് കൊടുക്കുന്നത്? ആരുടെ പൈസയായത്? ഈ ജനങ്ങളുടെ പൈസ അല്ലാണ്ട് ആരുടെ പൈസ? ഇത് ഈ ജനങ്ങൾ എവിടെ ഉണ്ടാക്കുന്നത്? അവൻ്റെ വേർപ്പിലൂടെയും വിഷമത്തിലൂടെയും ബുദ്ധിമുട്ടിലൂടെയും ഇത്തരം ബിസിനസ്സുകളായാലും സ്ഥാപനങ്ങളായാലും ജോലിയായാലും ചെയ്ത് കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസയിൽ നിന്ന് ടാക്സ് മേടിച്ചിട്ട് ടാക്സ് അത് ഇതെന്നൊക്കെ പറഞ്ഞ് ചില പൈസയൊക്കെ എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് കാണുന്നത് തീവട്ടിക്കൊള്ളാന്ന് പറയാം. തട്ടിപ്പെന്നല്ല പറയുന്നത്, തീവട്ടിക്കൊള്ള തന്നെ നടക്കുന്നത്. അതുകുറിച്ചൊന്നും ഞാൻ കൂടുതൽ പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെ സംഭവിക്കുന്ന ഈ നാട്ടുകാർക്ക് എന്തെങ്കിലും മുറ ചെയ്താൽ അത് പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഈ യുവന്മാരുടെ വാലറ്റ് തൂങ്ങുന്ന ഈ പൊട്ടക്കണ്ടിലെ തവളകളോട് നമ്മൾ എന്ത് പറയാതെ. അപ്പം വാട്സാപ്പിനെ കുറിച്ച് മറ്റൊരു വീഡിയോയിലേക്ക് പറയാം. അപ്പോൾ ഈ വീഡിയോ കണ്ടവർക്കെല്ലാം നന്ദി, നമസ്കാരം.